ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പോർക്ക് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. രുചികരമായ പോർക്ക് ഫ്രൈ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പോർക്ക് ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത പോർക്ക് നല്ല വൃത്തിയായി കഴുകിയിട്ട് ഒരരിപ്പ പാത്രത്തിൽ വെള്ളം വാലാൻ വേണ്ടി വെക്കണം. പോർക്ക് ഫ്രൈ തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പോർക്ക് കഷ്ണങ്ങൾ വേവിച്ചെടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഈ പോർക്ക് കഷ്ണങ്ങൾ നമുക്കൊരു ഉരുളിയിലേക്ക് മാറ്റാം. ഉരുളിയോ അല്ലെങ്കിൽ നല്ല ചുവട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രം ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ വല്ല സ്പൂണോ ചട്ടുകോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, കാരണം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഈ പോർക്ക് കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ കത്തിച്ച് ഉരുളി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വയ്ക്കുമ്പോൾ സ്റ്റൗ ഒരിക്കലും ഫുൾ ഫ്ലെയിമിൽ വയ്ക്കരുത്, ലോ ഫ്ലെയിമിലേ വയ്ക്കാവൂ. കാരണം ഈ പോർക്കിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കുന്നില്ല. ഇത് അടുപ്പത്ത് കിടന്ന് വേവുമ്പോൾ ഇതിൽ നിന്നും ധാരാളം നെയ്യ് ഇറങ്ങി വരും. ആ നെയ്യിൽ കിടന്നിട്ടാണ് ഈ ഇറച്ചി വെന്ത് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ സ്റ്റൗവ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക, അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ പോർക്ക് അടുപ്പത്ത് വെച്ചു, അത് അവിടെ കിടന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടി റെഡിയാക്കാനുണ്ട്. അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തു. 1.5 കുടം വെളുത്തുള്ളി അരിഞ്ഞെടുത്തു. 5-6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തു. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് എണ്ണം വ്യത്യാസപ്പെടും കേട്ടോ. ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്തൊരു ചീഞ്ചട്ടി വയ്ക്കാം. കാരണം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചീഞ്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ ചൂടായി. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പോർക്കിൽ അതിനാവശ്യമുള്ളത്രയും ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സവാള വഴറ്റാൻ ആവശ്യമുള്ളത്രയും ഉപ്പ് മാത്രം ഇതിൽ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഈ സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം പോർക്കിൽ നിന്ന് ധാരാളം നെയ്യ് ഇറങ്ങി വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് വെളിച്ചെണ്ണയുടെ അളവ് നമുക്കൊന്ന് നിയന്ത്രിക്കാവുന്നതാണ്. സവാള വഴറ്റി റെഡിയാക്കുന്ന സമയത്ത് പോർക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഇപ്പോൾ ഇതാ പോർക്ക് ഏകദേശം വെന്ത് തുടങ്ങി. ഇതിന് ധാരാളം നെയ്യ് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോർക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം ഒരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ പോർക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് ഒരു കഷ്ണം പോർക്ക് എടുത്തിട്ട് നമ്മളൊന്നിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. അത് ശരിക്കും ഇങ്ങനെ മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ പോർക്ക് വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ അതാ എണ്ണയിൽ വഴറ്റുന്ന സവാള ലേശം ഇങ്ങനെ വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കുറച്ച് നാളികേരക്കൊത്തും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. താല്പര്യമില്ലെങ്കിൽ നാളികേരക്കൊത്ത് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല. നാളികേരക്കൊത്ത് ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ പോർക്ക് ഫ്രൈ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്ന് വെച്ചാൽ സവാള നല്ല ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്നിങ്ങനെ വഴന്ന് വന്നാൽ മതി. ഇതുപോലെ ഇത്രയും ആയി കിട്ടിയാൽ മതി കേട്ടോ. ഒരു ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് മാറുന്ന ആ ഒരു സമയം അത്രയും വരെ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കണം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ പൊടികൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്താലും മതി. ഞാനിവിടെ ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി പൊടികളെല്ലാം സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. പോർക്കിന് വേണ്ടിയിട്ടായതുകൊണ്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് മാത്രമല്ല, ആ പൊടികൾ ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ഈ സമയം പോർക്ക് നന്നായി വെന്തിട്ടുണ്ട്. അതിൽ നിന്ന് ധാരാളം നെയ്യ് ഇറങ്ങി വന്നിട്ടുമുണ്ട്.
പോർക്ക് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇത്രയും നെയ്യ് അധികമാണ് കേട്ടോ. ഇത്രയും നെയ്യ് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കൂടുതലുള്ള ഈ നെയ്യ് നമ്മൾ കോരി മാറ്റണം. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ നെയ്യ് ഉരുളിയിൽ നിന്ന് ഇങ്ങനെ കോരി മാറ്റണം. കുറച്ച് നെയ്യ് നമ്മൾ അതിൽ ബാക്കി വയ്ക്കും. അതെന്തിനാണെന്നറിയോ? ഈ പൊടികൾ നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഉരുളിയിൽ ബാക്കി വെച്ച നെയ്യിൽ നിന്ന് 2-3 സ്പൂൺ നെയ്യ് എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇത് നന്നായിട്ടിങ്ങനെ ഇളക്കി യോജിപ്പിക്കും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ പോർക്ക് ഫ്രൈക്ക് നല്ല ടേസ്റ്റാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ മിശ്രിതം നമ്മൾ വേവിച്ച പോർക്കിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു മസാലയും പോർക്കും എല്ലാം നന്നായിട്ട് യോജിക്കണം. അതിനുവേണ്ടി കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കരുത്. സ്റ്റൗ സിമ്മിലിട്ടിട്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കണം. ഇതിപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. 5 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 1 സ്പൂൺ നിറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഈ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി ഇത് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇങ്ങനെ മൊരിയിച്ചെടുക്കണം. നമുക്കിത് എത്ര മൊരിഞ്ഞ് കിട്ടണോ അത്രയും സമയം അടുപ്പത്ത് വെച്ച് ഇതിങ്ങനെ മൊരിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് എത്രത്തോളം പോർക്ക് ഫ്രൈ മൊരിഞ്ഞ് കിട്ടണോ അത്രത്തോളം നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു 15-20 മിനിറ്റെങ്കിലും നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോഴാണ് പോർക്ക് ഫ്രൈക്ക് ആ നല്ല കളറും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടുക. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, ഇത് മുരിഞ്ഞ് വരുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കളറ് മാറി വരും കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആയി. അപ്പോൾ അതൊരു ബ്രൗൺ കളറിലേക്ക് ഇങ്ങനെ കടന്നു. ഞാനിത് ഏകദേശം 20 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇതിങ്ങനെ മൊരിയിച്ചെടുത്തു. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് പച്ചക്കറിവേപ്പില ഇട്ട് അതൊന്നിങ്ങനെ ഇളക്കിയെടുത്തു. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ പരത്തിയിടണം. ഉരുളിയിൽ ഇങ്ങനെ പരത്തിയിട്ടിട്ട് ഉരുളി അടച്ചു വയ്ക്കാം. കുറച്ച് സമയം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഒന്ന് പാത്രപാകം വന്നതിന് ശേഷം നമുക്കിത് വിളമ്പാട്ടോ. അരമണിക്കൂറിന് ശേഷം ഞാൻ ആ ഉരുളിയിലെ പോർക്ക് ഫ്രൈ ഒന്നും കൂടി ഒന്ന് നോക്കി. നന്നായി നല്ല ബ്രൗൺ കളറിൽ നല്ല മൊരിഞ്ഞ നല്ല ഹലുവ കഷ്ണങ്ങൾ പോലെയുള്ള നല്ല പോർക്ക് ഫ്രൈ ആണ് കേട്ടോ. കാണാൻ മാത്രമല്ല കഴിക്കാനും അതീവ രുചികരമായിട്ടുള്ള പോർക്ക് ഫ്രൈ. എത്ര കഴിച്ചാലും മതിയാവാത്ത പോർക്ക് ഫ്രൈ ആണ് കേട്ടോ. നല്ല അടിപൊളി പോർക്ക് ഫ്രൈ. അപ്പോൾ നിങ്ങൾ പോർക്ക് കൊണ്ട് ഇതുപോലെ ഒരു പോർക്ക് ഫ്രൈ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇനി പോർക്കിറച്ചി വാങ്ങുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.